കണ്ണൂർ പാനൂർ സ്ഫോടനത്തിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന CPIM വാദം പൊളിയുകയാണ്. സ്ഫോടനത്തിൽ മരിച്ച ഷെറിന്റെ വീട്ടിൽ CPIM പ്രാദേശിക നേതാക്കൾ സന്ദർശനം നടത്തി. ഘടകകക്ഷി MLA KP മോഹനൻ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. ബോംബ് നിർമ്മിച്ചവരുമായി പാർട്ടിക്ക് ബന്ധമില്ല എന്നാവർത്തിക്കുന്നതിനിടയിലാണ് നേതാക്കളുടെ ഭവന സന്ദർശനം. അതേസമയം പാനൂർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് വ്യാപക റെയ്ഡുകൾ തുടരുകയുമാണ്. പാനൂരിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിലാണ് കൈവേലിക്കൽ സ്വദേശി ഷെറിൻ കൊല്ലപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ വിനീഷ് ചികിത്സയിൽ തുടരുന്നു. ബോംബ് നിർമ്മാണത്തിൽ പങ്കാളിത്തമുള്ള 4 പേർ അറസ്റ്റിലുമായി. പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് CPIM പ്രാദേശിക ഘടകം മുതൽ സംസ്ഥാന നേതൃത്വം വരെ സ്വീകരിച്ച നിലപാട്. പാനൂർ ഏരിയ കമ്മിറ്റി ഇറക്കിയ വിശദീകരണക്കുറിപ്പിൽ വിനീഷും ഷെറിനും പാർട്ടി പ്രവർത്തകരെയടക്കം ആക്രമിച്ച കേസിൽ പ്രതികളാണെന്നും പരാമർശിച്ചിരുന്നു. എന്നാൽ സംസ്കാര ചടങ്ങിന് തൊട്ടുമുൻപ് CPIM പ്രാദേശിക നേതാക്കൾ ഷെറിന്റെ വീട്ടിലെത്തി. CPIM പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാർ, ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം A അശോകൻ എന്നിവരാണ് മരിച്ച ഷെറിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചത്. കൂത്തുപറമ്പ് MLA KP മോഹനൻ സംസ്കാര ചടങ്ങുകളിലും പങ്കെടുത്തു. KP മോഹൻ MLA അവിടുത്തെ MLA ആണ്, ജനപ്രതിനിധിയാണ്. അദ്ദേഹം പോയിട്ടുണ്ട്. ബന്ധുത്വത്തിന്റെ അടിസ്ഥാനത്തിലോ സുഹൃത്ത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലോ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങളതിന് വിലക്കേർപ്പെടുത്തിയിട്ടില്ല. സന്ദർശനത്തെക്കുറിച്ച് അറിയില്ലെന്നും പാർട്ടിക്ക് ബന്ധമില്ലെന്നാവർത്തിച്ചും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി തള്ളേണ്ട കാര്യമില്ല. പാർട്ടിയിൽ ഒന്നുമില്ല. പാർട്ടി സഖാക്കളെ തന്നെ ആക്രമിച്ച കേസിലെ പ്രതികളാണ്. പിന്നെ അറിയില്ല, അതെനിക്കറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞില്ലേ അതിനെപ്പറ്റി. അതിന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പരിശോധിച്ചോട്ടെ. പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ പ്രാദേശിക നേതാക്കൾ എന്തിനു പോയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിയുടെ ഔദ്യോഗിക വാദം പൊളിക്കുന്നതാണ് നേതാക്കളുടെ സന്ദർശനം. അതേസമയം പാനൂർ, കൂത്തുപറമ്പ്, കൊളവല്ലൂർ എന്നിവിടങ്ങളിലും കോഴിക്കോട് ജില്ലയിലെ നാദാപുരം മേഖലയിലും പോലീസിന്റെ വ്യാപക പരിശോധന തുടരുകയാണ്. പോലീസിനൊപ്പം കേന്ദ്രസേനയും ബോംബ് സ്ക്വാഡും പരിശോധനകളിൽ പങ്കെടുക്കുന്നുണ്ട്. 24 കണ്ണൂർ.